എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറേ ദിവസങ്ങളായി നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇതെത്ര ആൾ ഉൾക്കൊള്ളും, എത്ര ആൾ ഉൾക്കൊള്ളൂല എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും നമുക്ക് പറയാനുള്ളത് പറയാമെന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താ വെച്ചാൽ, ഈ ജ്യോതിഷത്തിലൊക്കെ വിശ്വാസമുണ്ടോ? എന്നെ സംബന്ധിച്ച് ഒട്ടും വിശ്വാസമില്ലാത്ത ഒരാളാട്ടോ. ഈ ജ്യോതിഷന്മാർ പറയുന്നതൊക്കെ ഒരു തമാശ രൂപത്തിൽ എന്നല്ല, കളിയാക്കി തള്ളിവിട്ട ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ കളിയാക്കിയതും തള്ളിവിട്ടതും ഇന്നോ ഇന്നലെയും മെനിയാന്നും അല്ല കേട്ടോ, എൻ്റെ കുട്ടിക്കാലത്ത് തള്ളിവിട്ടതാണ് ഞാൻ. കാരണം ഞാൻ കുട്ടിക്കാലം തൊട്ടേ എന്താ പറയുക, ഭയങ്കര വിശ്വാസിയാണെങ്കിൽ പോലും എല്ലാ മതത്തിലും വിശ്വസിക്കുന്നൊരു വിശ്വാസിയായിരുന്നു. അതോടൊപ്പം എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പം എന്തിനേയും തമാശ രൂപത്തിൽ കണക്കാക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. എന്തൊരു കാര്യത്തിനെയും തമാശ രൂപത്തിൽ കാണുന്ന ഒരു വ്യക്തി എന്ന് തന്നെ പറയാം. നമ്മൾ പറയല്ലേ പക്വതക്കുറവ് എന്നൊക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എനിക്കതാ ഇഷ്ടം. അപ്പോൾ എൻ്റെ ചെറുതിൽ എന്ന് വെച്ചാൽ 10-13 വയസ്സായ സമയത്ത് എൻ്റെ ഉമ്മയുടെ വാപ്പാക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആളൊരു ജ്യോത്സ്യരായിരുന്നു. അപ്പോൾ സ്ഥലം വരുന്നത് ഈ അടുത്ത് തന്നെയാണ് കേട്ടോ, ഉള്ളിയേരി. MMC കേട്ടിട്ടുണ്ടോ? MMC ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ മുമ്പാണ്. പേര് പറയാൻ എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷേ ഈ പണിക്കരുടെ പേര് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും അറിയും. AB പണിക്കർ എന്നാണ് പറയുക. അപ്പം ഭയങ്കര ധർമ്മവും അധർമ്മവും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മയുടെ വാപ്പയുടെ സുഹൃത്തായിരുന്നു. അപ്പം ഞാൻ കുട്ടിക്കാലം തൊട്ടേ കാണുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല കേട്ടോ. ആദ്യമേ തന്നെ അദ്ദേഹത്തിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാര്യം പറയുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു മാപ്പ് പറയാണ്. അറിവില്ലായ്മ കൊണ്ട് കുറേ കളിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് മാപ്പ് ചോദിക്കുകയാണ്. എന്താ വെച്ചാൽ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അദ്ദേഹം എന്നെ കാണുന്ന സമയത്ത് തേമുഖത്ത് ഈ കറുത്ത മറുകുണ്ടല്ലോ, ചിലരുടെ വിചാരം ഞാനിത് കുത്തിവെച്ചതൊന്നുമല്ല. എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് എനിക്ക് ഈ ഒരു മറുകുണ്ട്. ചിലരൊക്കെ പറയും കാക്ക കുളിക്കുന്നത് കണ്ടാൽ എവിടെയെങ്കിലും നുള്ളിയാൽ നമുക്കവിടെ കാക്കാപ്പുള്ളിയായിട്ട് വരും എന്നൊക്കെ പറയും. എൻ്റെ മദ്രസിൻ്റെ അടുത്ത് എപ്പോഴും കാക്ക കുളിക്കുന്ന കാണാം. അന്നെങ്ങാനും ഞാൻ നുള്ളിയായിരിക്കും, എനിക്കറിയൂല കേട്ടോ. ഏതായാലും എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഈ മറുക അവിടെ ഉണ്ട്. അങ്ങനെ എൻ്റെ ഈ മറുക് കണ്ടിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ പേരും പ്രശസ്തിയും ഉള്ള ഒരാളായി തീരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. എല്ലാത്തിനെയും കളിയാക്കി കാണുന്ന ഒരാളാണ്, അതേപോലെ നീ സ്ക്രീനിൽ തിളങ്ങുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സിനിമ നടിയോ സീരിയൽ നടിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവുമെന്ന്. അന്നത്തെ കാലത്തൊക്കെ റെയറായിട്ടാണ് എവിടെയെങ്കിലും TV തന്നെ പറയുന്നുള്ളത്. എൻ്റെയൊക്കെ ആ ഒരു ഏരിയയിൽ എൻ്റെ വീട്ടിൽ മാത്രമേ TV ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാട്ടോ എന്നോട് ഈ സ്ക്രീനിൽ തിളങ്ങും എന്നൊക്കെ പറഞ്ഞത്. അന്നൊരുപാട് ഞാൻ അദ്ദേഹത്തെ കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ ഉയർച്ചയിലെത്തും, എന്നെയും തേടി എൻ്റെ വീട്ടിലേക്ക് ധനം വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. ഈ എന്നെയും തേടി എൻ്റെ വീട്ടിലേക്ക് ധനം വരുമെന്ന് പറയുന്ന സാഹചര്യം ഏതാണെന്ന് വെച്ചാൽ, എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഭർത്താവിനെയും കൂട്ടി അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണ് എന്നോട് പറഞ്ഞത്, നിന്നെയും തേടി നിൻ്റെ വീട്ടിലേക്ക് ധനം വരുമെന്ന്. ഞാൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ, 9ാം ക്ലാസ് വെച്ച് പഠനം നിർത്തിയ എനിക്ക് ജോലി കിട്ടാൻ പോവുകയാണ്, ശരി കേട്ടോ എന്ന് പറഞ്ഞു. അതേപോലെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നീ ഇവളെ കൈയൊഴിയരുത്, ഇവള് കാരണം നീ നന്നാവുമെന്ന് പറഞ്ഞു. എൻ്റെ കാക്ക വിസ കിട്ടിയതും പോയതൊക്കെ എൻ്റെ ഒരു കെയർ ഓഫിൽ തന്നെ പറയാം. അങ്ങനെ അതിനേക്കാട്ടിലുപരി എൻ്റെ കുട്ടിക്കാലത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് തള്ളാം. എല്ലാത്തിനും ഉപരി അത്ഭുതകരമായിട്ട് കണ്ടൊരു കാര്യം, അത് ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയെല്ലാം നമുക്ക് നിസ്സാരമായിട്ട് കാണാം. കാരണം ഒരു ലോട്ടറി അടിച്ചാൽ മതി ഒരു മനുഷ്യൻ നന്നാവാൻ, ഇല്ലേ? ഒരു ലോട്ടറി അടിച്ചാൽ ഏതൊരു മനുഷ്യനും നന്നാവും. ഏത്
പാവപ്പെട്ടവനാണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെങ്കിലും ഒക്കെ ഒരു ലോട്ടറി അടിച്ചാൽ മതി അവൻ നന്നായി നല്ലൊരു നിലയിലെത്താൻ. അത്ര മാത്രമേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. അതിനേക്കാട്ടിലൊക്കെ ഉപരിയായിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ ചിരി വരുന്നൊരു സംഭവം കേട്ടോ. നിങ്ങൾ അതിനേക്കാട്ടിലും ഉപരി ചിരിക്കും. എന്താ വെച്ചാൽ എന്നോട് പറഞ്ഞു എനിക്ക് 2 വിവാഹയോഗം ഉണ്ടെന്ന്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞ് കളിയാക്കി, മോനെ മനസ്സിൽ ലഡു പൊട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിനോട് തന്നെ കുട്ടിക്കാലത്തെ പറഞ്ഞ് കളിയാക്കി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഉമ്മക്ക് ഭയങ്കര ടെൻഷന്. 2 വിവാഹയോഗം ഒരു മകൾക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അമ്മമാർക്ക് ടെൻഷനാവുമല്ലോ. അപ്പം ഉമ്മാനോട് പറഞ്ഞിട്ട് ടെൻഷനാവാൻ മാത്രമൊന്നുമില്ല, ചിലത് നമ്മൾ ഉറപ്പിച്ചെടുത്തുനിന്ന് മുടങ്ങിപ്പോകുന്നത് എന്ന് പറയുന്നതൊക്കെ 2 വിവാഹത്തേക്ക് ആ തുല്യമായിട്ടുള്ളൊരു സംഭവമാണ്. വേറെ ഒന്ന് വന്ന് എല്ലാം റെഡിയായി ഉറച്ച് എന്ന് കരുതുന്ന സമയത്ത് അത് പിന്മാറിപ്പോയാൽ മതി, അത്രയും മാത്രം കൂട്ടിയാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തമാശയായിട്ട് കണക്കാക്കിട്ടോ. പക്ഷേ ഇതിലേക്ക് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇവർ പറഞ്ഞിട്ടുണ്ട് വിവാഹം ഉറപ്പിച്ച് അത് മുടങ്ങിപ്പോയാൽ മതി. എന്നെ സംബന്ധിച്ച് അങ്ങനെ വിവാഹം ഉറപ്പിക്കുകയെന്നില്ല. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് തന്നെ 3 പേരാണ് പെണ്ണ് കാണാൻ വന്നത്. അപ്പോൾ ആദ്യം വന്ന ആളെന്ന് പറയുന്നത് ഉള്ളിയേരി എൻ്റെ രണ്ടാമത്തെ സഹോദരിയുടെ വീട്ടിലേക്കാണ്. അവളുടെ ഒരു കസിൻ്റെ പിന്നെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നു, അവർ കണ്ടു, അവരങ്ങ് പോയി. അവർക്ക് എന്തോ പിടിച്ചില്ല. രണ്ടാമത്തെ ആൾ എൻ്റെ മൂത്ത അളിയൻ്റെ സുഹൃത്തായിരുന്നു. അവർ വീട്ടിൽ വന്നു. അപ്പം നോക്കുമ്പം അളിയൻ ഇവിടുന്ന് അന്വേഷിക്കാൻ പോയപ്പം ഭയങ്കര ക്യാഷുള്ള ഒരാൾക്കാരാണ്. അപ്പം എൻ്റെ വീട്ടുകാർക്ക് മുമ്പേ ഉള്ളൊരു സംഭവമായിരുന്നു, നമ്മളെക്കാട്ടിലും ഒരു പടി താന്നവരുടെ വീട്ടിലേക്ക് മക്കളെ കെട്ടിച്ചു വിടാവൂ, എന്നാലേ നമുക്കൊക്കെ കയറി ചെല്ലുന്ന സമയത്ത് വില എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും എന്നുള്ളതൊക്കെ പറയാറുണ്ടേ. അപ്പം അത് സാമ്പത്തികം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അത് ഒഴിവായിപ്പോയി. അപ്പം മൂന്നാമത് എൻ്റെ ഇക്കാക്കയാണ് വരുന്നത്. എൻ്റെ ഉമ്മയുടെ അങ്ങേക്കാണ് വരുന്നത്, ഉമ്മയുടെ വീട്ടിലോട്ടാണ് വരുന്നത്. ഞാൻ അവിടെ ഒരു കല്യാണത്തിന് പോയ സമയത്താണ്. അപ്പോൾ അവരെ കണ്ട്. അപ്പം ഇക്കാക്കനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ മുടിപ്രാന്തായിരുന്നു. അന്നൊക്കെ നല്ലോണം മുടി ഉണ്ടായിരുന്നു. അപ്പോൾ മുടി കണ്ട് കാക്കക്ക് ഓക്കെ ഇവളെ തന്നെ മതി എന്നുള്ള രീതിയിൽ കാക്ക അങ്ങനെ ഉറപ്പിച്ചതാണ്. അല്ലാതെ എനിക്ക് വിവാഹം ഉറപ്പിച്ചതോ അല്ലെ മുട്ടായി തരലോ, ഞങ്ങളുടെ നാട്ടിലേക്ക് മുട്ടായി കൊടുക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ചടങ്ങും കാര്യങ്ങളൊന്നും തന്നിട്ട് മുടങ്ങിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ മുടങ്ങിയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ 2 വിവാഹയോഗം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞിട്ടല്ലേ ഇങ്ങനെ സംഭവിക്കാം. യഥാർത്ഥത്തിൽ എൻ്റെ ഭർത്താവ് സലീം എന്ന് പറഞ്ഞതും സോഷ്യൽ മീഡിയ എനിക്ക് ഭർത്താവാക്കി തന്നത് അരുണിനെയാണ്. എന്നെ 2 ഭർത്താക്ക് എന്ന് വെച്ചാൽ പലരും പറഞ്ഞിട്ടുണ്ട് അരുണിനെ ഞാൻ സലീമാക്കിയതാണ്. അങ്ങനെ 2 ആളുടെ പേരും വെളിച്ചത്ത് വന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഇതൊക്കെ. എന്ന് വെച്ചാൽ അന്ന് കുട്ടിക്കാലത്ത് പറഞ്ഞ് കളിയാക്കി ചിരിച്ച കാര്യങ്ങൾ ഇന്ന് യഥാർത്ഥത്തിൽ നടക്കുന്ന സമയത്ത് എന്താ പറയുക. ഇപ്പം ശരിക്കും ഞാൻ ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞില്ലേ വെറും ഒരു വായാടിയായിരുന്നു. ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് പലരും എന്നെ കാന്താരി എന്നൊക്കെ വിളിക്കുമായിരുന്നു. അത്രമേൽ എന്താ പറയുക, ഭയങ്കര നാവിന് നീട്ടുള്ള പെണ്ണെന്ന് അറിയത്തില്ലേ, അങ്ങനെയായിരുന്നു. അത്രമേൽ കുസൃതി നിറഞ്ഞത് തന്നെ പറയാം. അങ്ങനെ നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് പണിക്കരില്ല കേട്ടോ. AB പണിക്കരെന്നാണ് ഒരുവിധ ആൾക്കാരൊക്കെ അറിയും. ഞാൻ പറഞ്ഞില്ല, ധർമ്മോ അധർമ്മോ ഒരുപോണം ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ഈ കൃഷ്ണനവര തുടങ്ങിയ സമയത്തും ഞാൻ അദ്ദേഹത്തിന് ഫോട്ടോയും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ആദ്യം പോയത് പഴയ ഫോട്ടോ വെച്ചിട്ടാണ്, ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനെ വെച്ചിട്ട്. പിന്നീടാണ് ഞാൻ വെണ്ണക്കണ്ണനെ കൊണ്ട് കൊടുത്തത്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് നീ നല്ലൊരു എത്തുമ്പോൾ എന്നോടും എന്നെ മറന്നു പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ കളിയാക്കിയിട്ടാണ് സംസാരിക്കുക. പക്ഷെ അദ്ദേഹം മരിച്ചതോ കാര്യങ്ങളൊന്നും ഞാൻ അറിയില്ല. അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഉമ്മ എപ്പോഴും പറയും നീ അവിടെ നിന്ന് പോകണം, അവരെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറയും. പക്ഷേ എനിക്കെന്തോ അങ്ങോട്ട് പോകാനുള്ള മാനസികമായിട്ടൊരു വിഷമം. അദ്ദേഹത്തിന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും, അദ്ദേഹം ഇല്ലാത്ത ആ ഒരു വീട്ടിലേക്ക് പോകുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമാണല്ലോ. അതേപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് വരച്ച് ഫോട്ടോ കൊടുത്ത ശങ്കരൻ നമ്പൂതിരി, അവർ പറഞ്ഞതും കാര്യങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. അവരൊരു ജ്യോത്സ്യരുടെ അടുത്ത് നിന്ന് നോക്കിയപ്പോൾ പറഞ്ഞത്
ഇതാണ് എൻ്റെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. ഞാൻ കൃഷ്ണനാ ഉപജീവന മാർഗ്ഗമൊക്കെ ശരി കേട്ടോ എന്ന് പറഞ്ഞ ഒരാളാണ്. എനിക്ക് അത്രമേൽ ഞാൻ പറഞ്ഞല്ലോ വെറും ഒരു വായാടി എന്ന് തന്നെ പറയാം. പക്ഷെ എപ്പോഴും എന്നോട് എല്ലാവരും ഞാൻ ലൈവിൽ വരുന്ന സമയത്താകുമ്പോൾ നേരിട്ട് കാണുന്ന സമയത്താകുമ്പോൾ ഒക്കെ ചോദിക്കും, ഈ മറുക് യഥാർത്ഥത്തിലുള്ളതാണോ അല്ലെ നീ തൊട്ട് വെച്ചതാണോ എന്ന് ചോദിക്കും. ഞാൻ പറയും യഥാർത്ഥത്തിലുള്ളതാണ്, നിൻ്റെ ഏറ്റവും വലിയ ഭംഗി ഈ മറുകാട്ടോ എന്നറിയും. അപ്പോൾ ഞാൻ ഈ മറുകിൻ്റെ പിറകിലുള്ള ഈ ഒരു കഥ നിങ്ങളെടുത്ത് പറയണമെന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് ഒരു സമയം കിട്ടാറില്ല എന്ന് തന്നെ പറയാം. അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മറുകിനെ പറ്റി ചോദിക്കുന്നവരോടൊക്കെ അല്ലെ, അതിനേക്കാട്ടിലും ഉപരി വേറൊരു കാര്യം പറയട്ടെ. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല മീശ എന്ന് തന്നെ പറയാം. എനിക്ക് നല്ല ഇവിടെ ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് മീശയുള്ള തറവാട്ടുകാരാന്ന് തന്നെ പറയാം. നന്നായിട്ട് രോമമുണ്ടായിരുന്നു കേട്ടോ ചുണ്ടിൻ്റെ മേതെ. അപ്പം ഇത് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ് ഞാൻ. അപ്പം ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോയത് കോഴിക്കോടാണ്. അപ്പോൾ അവിടെ പോയപ്പം ഡോക്ടർ എന്നോട് ചോദിച്ചു മറുക് ഒറിജിനലാണോ? ഞാൻ പറഞ്ഞു ആ ഡോക്ടറെ ഒറിജിനലാ. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ലേസർ വെക്കാൻ പറ്റൂല കേട്ടോ, കാരണം അങ്ങോട്ട് വെച്ചാൽ ഉടനെ മറുക് പോയി പോവും, നിൻ്റെ ഭംഗി തന്നെ ആ മറുകാണെന്നുണ്ട്. ഞാൻ പറഞ്ഞു ഡോക്ടറെ ആ സൈഡിലേക്കേ വെക്കണ്ട, ഇപ്പോഴും നിങ്ങൾക്ക് കണ്ടാലറിയാതെ ഇവിടെ രോമുണ്ട്. അപ്പോൾ അവർ എല്ലായിടത്തും ലേസർ വെച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് മാത്രം ലേസർ വെച്ചിട്ടില്ല. കാരണം ലേസർ വെച്ചാൽ സ്പോട്ടിന് മറുക് പോയി പോകുന്നു പറഞ്ഞു. കണ്ട അതിൻ്റെ മുകളിൽ രോമം. അപ്പോൾ എൻ്റെ കൂടെ അരുണയും വരല്. അരുണും പറയും ഡോക്ടറെ മറുക് തൊട്ട് കളിക്കരുതേ എന്ന് പറയായിരുന്നു. പക്ഷേ ചിലരുടെയൊക്കെ വിചാരം ഞാനിത് കുത്തി ടാറ്റു അടിച്ചതോ അങ്ങനെ കുത്തി വെച്ചതോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിക്കാരുണ്ട്. അവരവിടെ ചിന്തിക്കട്ടെ. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ, നമുക്കൊരു ഇഞ്ചക്ഷൻ ചെയ്യാൻ വരല്, ഈ വാക്സിനേഷനാണെന്ന് തോന്നുന്നു. അന്നപ്പോൾ അവർ ചോദിക്കല്ലോ മറുക് എവിടെയാണെന്നുള്ള ഒരു ചോദിക്കല്ലോ. അപ്പം ഞാൻ എല്ലാവരോടും ഇങ്ങനെ മറുക് വല്ല ഇങ്ങനെ കയ്യും കാലൊക്കെ തപ്പി കളിക്കും, മറുകയുടെ. അപ്പം ഞാനിങ്ങനെ അഭിമാനത്തോടെ നിൽക്കും, ഒലിൻ്റെ മുഖത്ത് നോക്കിയാൽ പറയേ എൻ്റെ മറുകേടാണെന്ന് കാണാൻ എന്നുള്ളൊരു ഭയങ്കര ഇതില്ലേ അതിൽ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നിട്ട് പലരും പറയും ജസ്റ്റിൻ്റെ ഒരു ഭാഗ്യം നോക്ക് ഒക്കെ മറുക് തപ്പിയെന്ന് വേണ്ട, എനിക്ക് ഓൾറെഡി മുഖത്ത് 2 മറുകുണ്ടല്ലോ. എന്തൊരു കാര്യത്തിലാണെങ്കിലും ഞാൻ ഭയങ്കര ജാട കാണിക്കും മറുകിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ മറുകിൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമാണ്. ഫാൻ സൗണ്ട് വരുമെന്ന് വിചാരിച്ച് ഫാൻ ഇട്ടില്ല. എന്നാ ചൂടാണ്. അപ്പോൾ എത്ര പേർക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എത്ര പേര് എന്നെ എയറിൽ കയറ്റാൻ തയ്യാറായിട്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നലെ മുടി ചോപ്പിച്ച ബൈ എങ്ങനെയുണ്ട് അല്ലേ? നല്ലൊരു കളർ കേട്ടോ. അവിടുന്ന് ഷോപ്പിൽ നിന്ന് അവർ പറഞ്ഞു ഈ കളറ് വേണ്ട, നല്ല ഡാർക്ക് കളറായിരിക്കും. പിന്നെ എനിക്ക് ഈ കളർ മതി. കാരണം മുമ്പൊരിക്കൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്ന ഒരു സമയത്ത് ഞാൻ മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ബർഗണ്ടിയാണ് ചെയ്തത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. ഇത് വെയിലത്തേക്ക് പോകുമ്പോൾ വല്ലാത്തൊരു കളറായിരിക്കും. ചില മുടി കളർ ചെയ്ത വെയിലത്തിറങ്ങുന്ന സമയത്ത് മാത്രമേ കാണൂ. അപ്പോഴൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുടി കളർ ചെയ്യുകയാണ് 10 പേര് കാണണം, 10, 20 ഇത് അതേപോലെ ഉള്ളിൽ കൊണ്ടുവച്ച് ചെയ്തു. 10 പേര് കാണണ്ടേ നമ്മൾ മുടി ഇതാക്കിയാണ്. എനിക്കൊന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വേറെ എവിടെയെങ്കിലും പോയി ചെയ്യണം. ഇതെനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല അതുകൊണ്ട്. അപ്പോൾ ഓക്കെ ബൈ കേട്ടോ.